ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും TN ലേണിംഗ് സ്പീഡിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ സിലബസ് അനുസരിച്ചുള്ള സയൻസ് പാർട്ടിലെ ബയോളജിയിൽ ആദ്യത്തെ ചാപ്റ്ററായ കോശമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോശം എന്ന ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം 8ാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ, കോശജാലങ്ങൾ എന്നീ ക്ലാസ്സുകൾ കൂടി കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോശം എന്ന ഭാഗത്തെ ഒരു മാർക്ക് പോലും നഷ്ടമാകില്ല. കോശം എന്ന ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് കേൾക്കാം. എന്താണ് ജീവശാസ്ത്രം അഥവാ ബയോളജി? ജീവനുള്ളവയെക്കുറിച്ചുള്ള പഠനം ആണ് ജീവശാസ്ത്രം. അപ്പോൾ ജീവനുള്ളവയെക്കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം അഥവാ ബയോളജി. ജീവശാസ്ത്രത്തിൻ്റെ 2 മുഖ്യ ശാഖകളാണ് സസ്യശാസ്ത്രം, ബോട്ടണി, ജന്തുശാസ്ത്രം, സുവോളജി തുടങ്ങിയവ. അപ്പോൾ ജീവനുള്ളവയെക്കുറിച്ചുള്ള പഠനമാണ് ജീവശാസ്ത്രം അഥവാ ബയോളജി. ജീവശാസ്ത്രത്തെ 2ആയി തരംതിരിച്ചിരിക്കുന്നു, സസ്യശാസ്ത്രമെന്നും ജന്തുശാസ്ത്രമെന്നും. ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവാണ് അരിസ്റ്റോട്ടിൽ. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ ആരംഭിച്ചത് വേദകാലഘട്ടത്തിലാണ്. ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ ആരംഭിച്ചത് വേദകാലഘട്ടത്തിലാണ്. ആദ്യമായി സസ്യങ്ങളുടെയും ജന്തുക്കളെയും കുറിച്ച് പ്രതിപാദിച്ച വേദമാണ് ഋഗ്വേദം. ആദ്യമായി സസ്യങ്ങളെയും ജന്തുക്കളെയും കുറിച്ച് പ്രതിപാദിച്ച വേദം ഋഗ്വേദമാണ്. മലബാറിലെ വൃക്ഷലതാദികളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ വൃക്ഷലതാദികളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെയും ജന്തുശാസ്ത്രത്തിൻ്റെയും പിതാവാണ് അരിസ്റ്റോട്ടിൽ. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. അതുപോലെ ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം റോക്സ്ബർഗിനെയാണ്. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് വില്യം റോക്സ്ബർഗ്. എന്നാൽ ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്കാണ്. അപ്പോൾ ഇനി കോശം എന്ന ക്ലാസ്സിലേക്ക് കടക്കാം. കോശം അഥവാ സെൽ. എന്താണ് കോശം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് കോശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് കോശം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകം കോശമാണ്. എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് കോശം. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയതും റോബർട്ട് ഹുക്കാണ്. അപ്പോൾ കോശം കണ്ടെത്തിയതും റോബർട്ട് ഹുക്കാണ്. അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയത് റോബർട്ട് ഹുക്കാണ്. ഒരു കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെയാണ് റോബർട്ട് ഹുക്ക് സെൽ എന്ന് വിളിച്ചത്. സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി അഥവാ സ്മാൾ റൂം എന്നാണ്. അപ്പോൾ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ഒരു കോർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെയാണ് റോബർട്ട് ഹുക്ക് സെൽ എന്ന് വിളിച്ചത്. സെൽ എന്നത് ലാറ്റിൻ പദമാണ്. സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ചെറിയ മുറി അഥവാ സ്മാൾ റൂം എന്നാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. അപ്പോൾ കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്നറിയപ്പെടുന്നു. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കിനെയാണ്. അതുപോലെ തന്നെ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചത് ആര്? തിയോഡർ ഷാനും MJ സ്ലീഡനും ചേർന്നാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി ആവിഷ്കരിച്ചത്. അപ്പോൾ കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി ആവിഷ്കരിച്ചത് തിയോഡർ ഷാനും MJ സ്ലീഡനും ചേർന്നാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. ജീവനുള്ള കോശങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആൻറ്റോൺ ലിവാൻഹോക്കാണ്. അപ്പോൾ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആൻറ്റോൺ ലിവാൻഹോക്കാണ്. അതുപോലെ
സൂക്ഷ്മദർശിനിയിലൂടെ പ്രോട്ടോസോവനുകൾ, ബാക്ടീരിയകൾ, സ്പെർമാറ്റോസോവനുകൾ, ചുവന്ന രക്താണുക്കൾ മുതലായവയെ നിരീക്ഷിച്ച ആദ്യ വ്യക്തിയും ആൻറ്റോവാൻ ലുവാൻഹോക്കാണ്. അപ്പോൾ ജീവനുള്ള കോശങ്ങളെ ആദ്യമായി കണ്ടെത്തിയത് ആൻറ്റോൺ ലുവാൻഹോക്കാണ്. അതുപോലെ സൂക്ഷ്മദർശിനിയിലൂടെ പ്രോട്ടോസോവനുകൾ, ബാക്ടീരിയകൾ, സ്പെർമാറ്റോസോവനുകൾ, ചുവന്ന രക്താണുക്കൾ മുതലായവയെ നിരീക്ഷിച്ച ആദ്യ വ്യക്തിയും ആൻറ്റോൺ ലുവാൻഹോക്കാണ്. കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം.ജെ. സ്ലീഡനാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. അപ്പോൾ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം.ജെ. സ്ലീഡനാണ്. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ്. അതുപോലെ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏതാണ്? വൈറസുകളാണ്. അപ്പോൾ കോശവിഭാഗം അഥവാ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗമാണ് വൈറസുകൾ. കോശത്തിനുള്ളിൽ ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സജീവ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അപ്പോൾ എന്താണ് കോശാംഗങ്ങൾ? കോശത്തിനുള്ളിൽ ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സജീവ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി രൂപപ്പെടുത്തിയത് തിയോഡർ ഷാനും എം.ജെ. സ്ലീഡനും ചേർന്നാണ്. രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഒന്ന്, എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. രണ്ട്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. അപ്പോൾ എം.ജെ. സ്ലീഡനും തിയോഡർ ഷാനും ചേർന്ന് കോശ സിദ്ധാന്തത്തിൽ രണ്ട് മുഖ്യ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അവ ഏതെല്ലാമാണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഇതിന് എക്സാമ്പിളാണ് ഈസ്റ്റ്, അമീബ, പാരമീസിയം, യൂഗ്ലീന തുടങ്ങിയ. അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഇതിൻ്റെ എക്സാമ്പിളാണ് ഈസ്റ്റ്, അമീബ, പാരമീസിയം, യൂഗ്ലീന തുടങ്ങിയവ. എന്നാൽ അനേകം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ജീവികളാണ് ബഹുകോശ ജീവികൾ. അനേകം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ജീവികളാണ് ബഹുകോശ ജീവികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? പുംബീജം അഥവാ ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുംബീജം അഥവാ ബീജകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമോ? അണ്ഡമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം അഥവാ ബീജകോശമാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. എന്നാൽ ഏറ്റവും വലിയ കോശം എന്നറിയപ്പെടുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയാണ്. അപ്പോൾ ഏറ്റവും വലിയ കോശം എന്നറിയുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നറിയപ്പെടുന്ന ജീവി മൈക്കോപ്ലാസ്മയാണ്. പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം അതായത് PPLO എന്നറിയപ്പെടുന്ന ജീവി മൈക്കോപ്ലാസ്മയാണ്. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം ഏതാണ്? നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശം നാഡീകോശമാണ്, ഏകദേശം 100 വർഷം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും നാഡീകോശമാണ്, ഏകദേശം 100 വർഷം. ഏറ്റവും വലിയ ഏകകോശ ജീവിയാണ് അസറ്റോബുലേറിയ. ഏറ്റവും വലിയ ഏകകോശ ജീവി അസറ്റോബുലേറിയാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളെന്നാണ് അരുണരക്താണുക്കൾ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളാണ് അരുണരക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണരക്താണുക്കളാണ്, 120 ദിവസം. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങളും അരുണരക്താണുക്കളാണ്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശവും അരുണരക്താണുക്കളാണ്, 120 ദിവസമാണ്. കോശപ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസിനെയാണ്.
അപ്പോൾ കോശപ്രവർത്തനം കൊണ്ട് നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസിനെയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ. എന്നാൽ ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് പ്രോകാരിയോട്ടിക് കോശങ്ങൾ. ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങളാണ് യൂകാരിയോട്ടിക് കോശങ്ങൾ. യൂകാരിയോട്ടിക് കോശങ്ങളിൽ സസ്യകോശങ്ങൾക്ക് സെല്ലുലോസ് കൊണ്ടുള്ള ഒരു കോശഭിത്തിയും വലിയ പ്ലാസ്റ്റിഡുകളും ഉണ്ട്. അപ്പോൾ യൂകാരിയോട്ടിക് കോശങ്ങളിൽ സസ്യകോശങ്ങൾക്ക് സെല്ലുലോസ് കൊണ്ടുള്ള ഒരു കോശഭിത്തിയും വലിയ ഫേനങ്ങളും പ്ലാസ്റ്റിഡുകളും ഉണ്ട്. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിയുള്ള കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. അപ്പോൾ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റോസിസ് എന്നാൽ സെൽ ഈറ്റിംഗ് എന്നാണ്. അപ്പോൾ ഫാഗോസൈറ്റോസിസ് എന്നാൽ സെൽ ഈറ്റിംഗ് എന്നാണ് മീനിങ്. ഒരു യൂകാരിയോട്ടിക് കോശത്തെ 3 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം: കോശഭിത്തി, പ്രോട്ടോപ്ലാസം, ഫേനം എന്നിങ്ങനെ. അപ്പോൾ ഒരു യൂകാരിയോട്ടിക് കോശത്തെ 3 പ്രധാന ഭാഗങ്ങളായി തിരിക്കാം: കോശഭിത്തി, പ്രോട്ടോപ്ലാസം, ഫേനം തുടങ്ങിയവ. എന്നാൽ കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ്. അപ്പോൾ കോശഭിത്തി കാണപ്പെടുന്നത് സസ്യകോശത്തിലാണ്. കോശസ്തരത്തിൽ പുറമേ കാണപ്പെടുന്നതും സെല്ലുലോസ് നിർമ്മിതവുമായ ഭാഗമുണ്ട്. ഇതാണ് കോശഭിത്തി അഥവാ സെൽ വാൾ. അപ്പോൾ കോശസ്തരത്തിൽ പുറമേ കാണപ്പെടുന്നതും സെല്ലുലോസ് നിർമ്മിതവുമായ ഒരു ഭാഗമുണ്ട്. ഇതാണ് കോശഭിത്തി അഥവാ സെൽ വാൾ. കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസാണ്. അപ്പോൾ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥമാണ് സെല്ലുലോസ്. കോശഭിത്തി താര്യസ്തരം അഥവാ പെർമിയബിൾ മെംബ്രെയിനാണ്. ഇത് എല്ലാ പദാർത്ഥങ്ങളെയും തന്മാത്രകളെയും കോശത്തിനുള്ളിലേക്കും പുറത്തേക്കും കടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ കോശഭിത്തി താര്യസ്തരമാണ്, അതായത് പെർമിയബിൾ മെംബ്രെയിനാണ്. ഇത് എല്ലാ പദാർത്ഥങ്ങളെയും തന്മാത്രകളെയും കോശത്തിനുള്ളിലേക്കും പുറത്തേക്കും കടക്കാൻ സഹായിക്കുന്നു. കോശദ്രവ്യത്തെ ആവരണം ചെയ്ത് കാണുന്ന നേർത്ത സ്തരമാണ് കോശസ്തരം അഥവാ സെൽ മെമ്പറൈൻ ഓർ പ്ലാസ്മ മെമ്പറൈൻ. അപ്പോൾ കോശദ്രവ്യത്തെ ആവരണം ചെയ്ത് കാണുന്ന നേർത്ത സ്ഥലത്തെയാണ് കോശസ്തരം അഥവാ സെൽ മെമ്പറൈൻ ഓർ പ്ലാസ്മ മെമ്പറൈൻ എന്ന് വിളിക്കുന്നത്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. അപ്പോൾ കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. അപ്പോൾ എന്താണ് കോശസ്തരം? കോശദ്രവ്യത്തെ ആവരണം ചെയ്ത് കാണുന്ന നേർത്ത സ്ഥലമാണ് കോശസ്തരം അഥവാ സെൽ മെമ്പറൈൻ ഓർ പ്ലാസ്മ മെമ്പറൈൻ. ഈ കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം എന്ന് വിളിക്കുന്നു. ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. അപ്പോൾ എന്താണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം? കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കുന്നു. അതായത് ഒരു കോശത്തിൻ്റെ കോശദ്രവ്യം, മർമ്മം, കോശാംഗങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ഒരു കോശത്തിൻ്റെ കോശദ്രവ്യം, മർമ്മം, കോശാംഗങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം. ഈ പ്രോട്ടോപ്ലാസത്തെ ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രോട്ടോപ്ലാസത്തെ അറിയപ്പെടുന്നത് ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നാണ്. പ്രോട്ടോപ്ലാസത്തെ ജീവൻ്റെ കണിക എന്ന് പറഞ്ഞത് TH ഹക്സിലിയാണ്. പ്രോട്ടോപ്ലാസത്തെ ജീവൻ്റെ കണിക എന്ന് പറഞ്ഞത് TH ഹക്സിലിയാണ്. ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസത്തെയാണ്. പ്രോട്ടോപ്ലാസത്തെ ജീവൻ്റെ കണിക എന്ന് പറഞ്ഞത് TH ഹക്സിലിയാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് അപ്പോൾ എന്താണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം? ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. എന്നാൽ കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗാനിലസ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്?
ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗാനില്ലസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗാനില്ലസ്? ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളെയാണ് കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗാനില്ലസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് സസ്യകോശവും ജന്തുകോശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. സസ്യകോശത്തിലെ ഭാഗങ്ങളാണ് മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, കോശദ്രവ്യം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയം. ഇതോടൊപ്പം സസ്യകോശത്തിൽ ഫേനവും കോശഭിത്തിയും ഹരിതകണവും കാണാം. അപ്പോൾ സസ്യകോശത്തിലെ ഭാഗങ്ങളാണ് മർമ്മം, കോശസ്തരം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, കോശദ്രവ്യം, ഗോൾജി കോംപ്ലക്സ്, മൈറ്റോകോൺട്രിയോൺ. ഇതിനോടൊപ്പം ഫേനവും കോശഭിത്തിയും ഹരിതകണവും കാണപ്പെടുന്നു. എന്നാൽ ജന്തുകോശത്തിൽ കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയം എന്നിവയോടൊപ്പം സെൻട്രോസോമും ലൈസോസോമും കാണപ്പെടുന്നു. അപ്പോൾ ജന്തുകോശത്തിലെ ഭാഗങ്ങളാണ് കോശസ്തരം, മർമ്മം, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, റൈബോസോം, കോശദ്രവ്യം, മൈറ്റോകോൺട്രിയോൺ എന്നിവയോടൊപ്പം സെൻട്രോസോമും ലൈസോസോമും കാണപ്പെടുന്നു. അപ്പോൾ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് സെൻട്രോസോമും ലൈസോസോമും. സസ്യകോശവും ജന്തുകോശവും തമ്മിൽ കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് സസ്യകോശത്തിൽ ഫേനവും കോശഭിത്തിയും ഹരിതകണവും കാണപ്പെടുന്നു. എന്നാൽ ജന്തുകോശത്തിൽ സെൻട്രോസോമും ലൈസോസോം എന്നീ കോശാംഗങ്ങൾ കാണപ്പെടുന്നു. കോശം അഥവാ സെൽ എന്ന ഈ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിലൂടെയായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് കോശം അഥവാ സെൽ, കോശം കണ്ടുപിടിച്ചത് ആരാണ്, കോശ സിദ്ധാന്തം എന്താണ്, അതുപോലെ തന്നെ കോശ സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ആരാണ്, പിന്നീട് ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തിയത് ആരാണ്, കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്, അതുപോലെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതും ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്, പിന്നീട് കോശാംഗങ്ങൾ എന്താണ്, ഒരു കോശം മാത്രമുള്ള ജീവികൾ, അനേകം കോശം മാത്രമുള്ള ജീവികൾ, അതുപോലെ തന്നെ മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ കോശം, ഏറ്റവും ചെറിയ കോശം, ഏറ്റവും വലിയ കോശം ഏതാണ്, ഏറ്റവും ചെറിയ കോശം ഏതാണ്, അതുപോലെ അരുണ രക്താണുക്കൾ, ഫാഗോസൈറ്റിസുകൾ എന്താണ്, ഫാഗോസൈറ്റോസിസ് എന്താണ്, ഫാഗോസൈറ്റുകൾ എന്നാൽ എന്താണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ, ന്യൂക്ലിയസോട് കൂടിയ കോശങ്ങൾ, അതുപോലെ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പദാർത്ഥം, പിന്നീട് കോശാംഗങ്ങൾ, കോശദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യം, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, അതുപോലെ സസ്യകോശങ്ങളിലെയും ജന്തുകോശങ്ങളിലെയും ഭാഗങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ ഇന്നത്തെ കോശം എന്ന ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്.